BJP നേതാവ് ശ്രീ ഷോൺ ജോർജ് കൂടി ടെലിഫോണിൽ. ശ്രീ ഷോൺ, ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായി രംഗത്ത് വന്ന നേതാക്കളിൽ ഒരാളാണ് താങ്കൾ. ഇപ്പോൾ വലിയ തിരിച്ചടി CMRനെ സംബന്ധിച്ചുണ്ടാകുന്നു. എത്രയും വേഗം ED അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമാണ് ഒരുങ്ങുന്നത്? ഇവര് ഫയൽ ചെയ്ത സമയത്ത് ശരിക്കും ഒരു FIR അല്ലെങ്കിൽ ECR ഒരു കുഴപ്പമുണ്ടായിരുന്നു. അന്ന് ചെറിയ ഗൂഢാലോചന ഭാഗമായി തന്നെ വന്നൊരു കേസാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യം അതല്ല. ഞാൻ കൊടുത്ത പരാതിയിന്മേൽ SFI എൻക്വയറി പൂർത്തീകരിച്ച് ഇന്ന് ഒരു ECR അതായത് FIR ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. അത് എറണാകുളം സെഷൻസ് കോർട്ട് നമ്പർ 7 SFI കോടതിയിൽ അത്തരത്തിലൊരു ECR വീണ വിജയൻ ഉൾപ്പെടെ പ്രതിയായി. ഒന്നാം പ്രതിയായി CMRനും അതുപോലെ രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയായിട്ട് മുഖ്യമന്ത്രിയുടെ മോൾ വീണ വിജയൻ ഉൾപ്പെടെ പ്രതിയായിട്ട് ഇപ്പോൾ ഒരു ECR നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അന്വേഷണവുമായി മുൻപോട്ട് പോകാൻ യാതൊരു തടസ്സമില്ല. ഇതുമായി ബന്ധപ്പെട്ട SFIയുടെ പ്രോസിക്യൂഷൻ നടപടികൾ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി ചെയ്തിരിക്കുന്ന ജൂലൈ മാസത്തോടുകൂടി അതും മാറും എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. വലിയ രീതിയിലുള്ള ചെലവഴിച്ചുകൊണ്ട് വലിയ ഉന്നതരായിട്ടുള്ള അഭിഭാഷകർ രംഗത്തിറക്കി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവർ നടത്തിയ ഒരു പോരാട്ടം ഇനി അത് അഴിഞ്ഞു വീടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം സംസ്ഥാനത്തിന്റെ ASIDC ഉൾപ്പെടെയാണ് സംസ്ഥാന സർക്കാരിന്റെ വിഷയത്തിലെ നിലപാട് നമുക്കറിയില്ല. പക്ഷെ ഒരു പരിധിവരെ ഈ സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളായിരുന്നു ഇതിനെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രിയും അതുപോലെ മുഖ്യമന്ത്രി. അതാണ് ഇഷ്ടമാണ്. ഇപ്പോ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു സ്വാധീനമോ സമ്മർദ്ദമോ ഒന്നും ഒരു സർക്കാരും ഒരു കേസിന് മുകളിൽ കാണിക്കാൻ പാടില്ല എന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എല്ലാവർക്കും ഏകദേശ ധാരണയുണ്ട്. അപ്പോൾ ഈ നിലവിലെ ഈ ഭരണമാറ്റം ഈ അന്വേഷണങ്ങളെയൊക്കെ കുറച്ചുകൂടി വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. അത് ശരിയായ ദിശയിൽ തന്നെ പോകുമെന്ന് പ്രതീക്ഷിക്കാമോ? അതെ, അതിപ്പോ ഇവരുടെ നിലപാട് ഒന്നാണ് നമ്മുടെ ഒറ്റ മുന്നേയല്ലേ എവിടെ സെറ്റിൽ ചെയ്യുന്ന നമുക്കറിയില്ല. എങ്കിൽ പോലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് വളരെ സ്ട്രോങ് ആയ നിലപാടുണ്ട്. കോടതി വ്യവഹാരങ്ങൾ ഇത്തരത്തിൽ പെട്ടേഷി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്മേൽ കോടതിയുടെ വ്യവഹാരങ്ങൾ അവസാനിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ മകൾ വീണ വിജയനും എതിരെയുള്ള ശക്തമായ നടപടികൾ EDയുടെ ഭാഗത്തുണ്ടാകുന്നതാണ് വിശ്വാസം.